ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ടാനൊക്കെ മാറ്റി, ഫേസ് ലൈൻ അല്ല ഫുൾ ബോഡി ടാനൊക്കെ മാറ്റി നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ തരുന്ന ഒരു പാക്കിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പുറത്തൊന്നും പോയി ഒന്ന് മേടിക്കുകയും അങ്ങനൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസും നമ്മുടെ ബോഡിയും എല്ലാം നമുക്ക് ഒരു ഗ്ലോ കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ഗ്ലോ ഉണ്ടാവും. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ ഏതൊരു പായ്ക്കാണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, നമ്മുടെ ഫേസിന് നമുക്ക് ബോഡിക്കൊക്കെ ഒരു പാക്ക് ഉപയോഗിച്ച് നമുക്ക് അത് റിസൾട്ട് കിട്ടുന്നുണ്ടോ അത്. അപ്പൊ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് പാക്ക് എങ്ങനെ റെഡിയാക്കാം നോക്കിയിട്ട് വരാം. നമുക്ക് പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആകാനല്ല, നമുക്കുള്ള കളറ് നമുക്കൊന്ന് ഒരു ഷെയ്ഡും കൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫേസൊക്കെ നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ട് വെളുത്ത് തുടുത്ത് അങ്ങനെ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കളറ് കുറച്ചൊന്ന് ടാനൊക്കെ അടിച്ചിട്ടായിരിക്കും കുറച്ചുകൂടെ ഡള്ളായിരിക്കും നമ്മൾ. അപ്പം അത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അങ്ങനല്ലാതെ നമ്മൾക്ക് ജനറ്റിക് ആയിട്ടുള്ള കളറ് ഫുള്ളെ മാറ്റി നമ്മൾ നല്ല കളറാകണമെങ്കിൽ നമ്മൾ അതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഇത് നമുക്ക് നമ്മുടെ ബോഡിയും നമ്മുടെ ഫേസൊക്കെ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. അതിനുവേണ്ടിയാണ് ഈ പാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ജസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് വരും. നമുക്ക് നമ്മളെ ഒന്ന് സ്നേഹിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം നമ്മളെ സ്നേഹിച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് വന്നാൽ അത് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, നമുക്ക് നമ്മളോട് സ്നേഹം തോന്നും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ടാൻ ഒക്കെ മാറ്റി ഒന്ന് ഇമ്പ്രൂവ് ആകണമെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടും. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇങ്ങനൊരു പാത്രവും ഇങ്ങനൊരു സ്പൂണുമാണ്. ഇങ്ങനെ പാത്രം തന്നെ എടുക്കില്ല, ഏതെങ്കിലും കടയിലുള്ള പാത്രം സ്പൂൺ എടുത്താൽ മതി. ഒരു കുഞ്ഞു സ്പൂണുണ്ട്. അപ്പം അതെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഫേഷ്യലൊന്നും പോകാൻ താല്പര്യമില്ല, അല്ല ക്യാഷ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി ഇത് നല്ല ഉപകാരപ്പെടും കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് കടലപ്പൊടിയാണ്. നമ്മൾ കുറച്ച് കടലപ്പൊടി, ഞാൻ എൻ്റെ ഫേസിലേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി. കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ നമ്മൾ അത് യൂസ് ചെയ്ത് നോക്കണം, ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ കുറച്ച് കടലപ്പൊടി. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്, ഇതെല്ലാം മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കോഫി പൗഡർ ഇല്ലാത്ത കളിയില്ല, കോഫി പൗഡർ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്. ഇത് ഞാൻ ഫുൾ ഒരു കവർ മേടിച്ചാണ്. അപ്പം ഞാനത് ഡെപ്പയ്ക്കൊക്കെ ഒഴിച്ചിട്ട് ബാക്കി വന്നത് ഇറങ്ങിയിട്ടാണ്. അപ്പൊ നമുക്ക് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈരും കൂടെ എടുക്കണം. ഒരു കണ്ണിൽ പിടിച്ചു. അപ്പം നമ്മളത് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ നല്ലപോലെ മിക്സ് ചെയ്യണേ. കോഫി പൗഡറൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ടാനൊക്കെ മാറ്റാൻ നമ്മളെ നല്ലപോലെ സഹായിക്കും. അത് വീട്ടുകാരാണ് കടലപ്പൊടി. പിന്നെ കേട് തൈരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ ടാനൊക്കെ മാറുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഞങ്ങൾ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ കൺസിസ്റ്റൻസി. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ മല്ലിച്ചയുടെ പൊടിയെ അതും കൂടെ ആഡ് ചെയ്യാം. ഞങ്ങൾ മല്ലിച്ചയുടെ പൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ മുഖത്ത് നമ്മൾ മേക്കപ്പ് ഒന്നും ഇടരുത് കേട്ടോ. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടാൽ ലിപ്സ്റ്റിക് ഇടുന്നത്
അപ്പം നമ്മൾ മേക്കപ്പ് ഫുള്ള് മുഖം വാഷ് ചെയ്തിട്ട് വന്നിട്ട് വേണം ബാക്കി അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് ഉണങ്ങുമല്ലോ, ഡ്രൈ ആകുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഡ്രൈ ആകുന്ന വരെ വെച്ചിട്ട് അതുകൊണ്ട് തേച്ചൊഴിച്ച് കുളിക്കുക. തേച്ചൊഴിച്ച് കുളിക്കുന്ന വെച്ചാൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് വേണം കുളിക്കാം. അപ്പം തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് കളർ വെച്ച് വെളുപ്പാറുന്നു എന്നല്ലേ ഞാൻ പറയുന്നത്, ഒരു ഗ്ലോ കിട്ടും അപ്പോഴത്തേന്. പിന്നെ കണ്ടിന്യൂട്ട് യൂസ് ചെയ്യാതെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം എൻ്റെ കാലിലൊക്കെ നല്ല ടാൻ ഉണ്ടായിരുന്നു, ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇതൊക്കെ കടലപ്പൊടിയൊക്കെ ആണെങ്കിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ കടലപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കടല വെള്ളത്തിലിട്ടിട്ട് തലതല വെള്ളത്തിലിട്ട് രാവിലെ അരച്ചിട്ട് എന്നിട്ട് ഞാൻ നെയ്ത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിനോട് വേറെ ഒന്നും ചേർക്കില്ലായിരുന്നു കേട്ടോ, വേറെ ഒന്നും ചേർക്കില്ല. വെറുതെ ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ അങ്ങനെ കുറേ എന്ന് വെച്ചാൽ ഈ കരുവാളിപ്പ് പിടിച്ചിരിക്കില്ലേ നമ്മുടെ ശരീരം നമ്മൾ നോക്കാതെ, അപ്പം കാലൊക്കെ നോക്കാതെ, അപ്പം അതൊക്കെ കുറേ എനിക്ക് ഒരു ചെരുപ്പിട്ട് പൊട്ടിയിട്ട് അവിടെ കറുപ്പ് വരും. അപ്പം അതൊക്കെ കുറേ മറ്റേ ഈ കടലപ്പൊടിയായിട്ട് നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നമ്മുടെ കഴുത്തിനും കൂടി ഇട്ട് കൊടുക്കുക. കഴുത്തിനും ഇട്ട് കൊടുക്കുമ്പോൾ വൃത്തികെട്ട കൂടെ ഇടുക. നമ്മൾ വൃത്തികെട്ട ചെയ്യാൻ അത് പിടിച്ചാലും കരുതാൻ കുഴപ്പമില്ല. നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒന്നും ചെയ്യാതെ ഇട്ടാലും അതുകൊണ്ട് എല്ലാവരും നോട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലും കൂടെ ഇടാണ്. ഇത് നല്ല സംഭവമാണ്. എൻ്റെ കൈ സ്കിന്നാണ്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പിനുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ കൈ സ്കിന്നായതുകൊണ്ട് ഞാൻ മറ്റേ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്ത് ഇട്ട് കൊടുക്കുന്നത് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കൈ നല്ല ഡിഫറൻസ് നല്ല തേച്ച് വരും കേട്ടോ. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നല്ല രീതിയിൽ മനസ്സിലാവും. ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് ഇപ്പം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം കയ്യിലൊക്കെ നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു കൈ തന്നെ ശ്രമിക്കുമ്പോൾ നമ്മളെ ഈ ഒരു കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അത് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ വെച്ചേക്കണം, ഡ്രൈ ആവട്ടെ. ഒരു കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഒരുപാട് ഡ്രൈ ആവുന്നില്ല, മുഖവും എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം. ഞാൻ ചെറിയൊരു ടവല് വീട്ടിൽ വെള്ളത്തിനകത്ത് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഒരു ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ. അത് നമുക്ക് സന്തോഷമുണ്ട്. നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വേറെ ഒന്നും ഇല്ലല്ലോ, 3 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് നോക്കാൻ വേണം. ഞാൻ പണ്ട് കടലപ്പൊടി മേടിക്കാതെ മറ്റേ കടല വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇപ്പം അതിനൊന്നും ആവശ്യമില്ലല്ലോ, കടലപ്പൊടി നമ്മൾ മേടിച്ചിട്ടങ്ങ് എടുത്താൽ മതി. നമുക്ക് മനസ്സിലാവും. കാണിച്ചു തന്നത് കണ്ട ഈ കൈയും തന്നെ ഒരുപാട് കണ്ട ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ കൈക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഫേസും കൂടെ നോക്കാം. ഫേസും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന്
നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം. ഇടയ്ക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇന്ന് നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ ഏത് പാക്ക് ഇട്ടാലും നമ്മൾ അതിൻ്റെ കൂടെ മോയ്സ്ചറൈസറും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണമേ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ ഉള്ളത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എൻ്റെ കയ്യിൽ ഇതിൻ്റെ പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിളിൻ്റെ മോയ്സ്ചറൈസറാണുള്ളത്. അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആരും മറക്കരുത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.